വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജവസ്ന സുബർ. നമുക്ക് വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോഴിമുട്ടയും പാലും പഞ്ചസാരയും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന ഈ ഒരു കാരമൽ എഗ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പഞ്ചസാര ഇളക്കി യോജിപ്പിക്കേണ്ട കേട്ടോ. കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക. അത് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് മാത്രം നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത് മാത്രമേ നമ്മളിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കുക. പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകാതെ കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏകദേശം ഒന്ന് ഈ ഒരു രീതിയിൽ മെൽറ്റായിട്ട് വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ പഞ്ചസാരയും ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പച്ചവെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഷുഗർ കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ അതാ നമ്മളെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മളിത് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കാരമൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു കാരമൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചില സമയം നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് കാരമൽ ചെയ്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കൊള്ളണം എന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു അലൂമിനിയത്തിൻ്റെ ഒക്കെ ഒരു കേക്ക് മോൾഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കേക്ക് ടിന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1-2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഒരു ഷുഗർ ഒന്നും കൂടി മെൽറ്റ് ആവും. ആ സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ. ഇനി ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പം അങ്ങനെയുള്ളവർ ചെയ്തെടുക്കുക. എപ്പോഴും ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 9 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സി ജാറിലും ചെയ്തെടുക്കുക. പക്ഷേ മിക്സിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഒരു ബൗളിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര പെട്ടെന്ന് ഇതിലേക്ക് മെൽറ്റ് ആവാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിൻ്റെ ജാറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ മുഴുവനോടെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചൂടുള്ള പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തിളപ്പിച്ച പാലാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ആദ്യം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഏത് മോൾഡിലാണോ നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് കട്ടിയായതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു പുഡിംഗ് മിക്സ് എപ്പോഴും നിങ്ങൾ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇനിയിപ്പോൾ നേരത്തെ നമ്മളിതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇനി വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടം പോലെ. പക്ഷേ വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ദാ നമ്മളെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നേരത്തെ പുഡിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ഒരടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കണ്ടില്ലേ, അവിടെ ഒരു എയർ ഹോളുണ്ട്. അതിൽ ഞാനൊരു ചെറിയ കഷ്ണം പേപ്പർ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു അതിലുള്ള ആ ഒരു എയർ ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കനമുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എന്താ വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അടപ്പിൻ്റെ ഷേപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു ടൂത്ത് പിക്ക് ക്ലിയറാണ്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചൂടോടെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. ചൂട് മാറി നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞൊരു 3-4 മണിക്കൂറെങ്കിലും തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു പുഡിങ് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിൻ്റെ ആ ഒരു അരികു വശമൊക്കെ ഒന്ന് വിടിച്ചെടുക്കുന്ന സമയത്ത് അത് കട്ടായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു പ്ലാസ്റ്റിക് നൈഫ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് നൈഫ് വെച്ചിട്ട് എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു അരികു വശമൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കോഴിമുട്ട നമ്മൾ അത്രയും എടുത്തുകൊണ്ട് ആ ഒരു കോഴിമുട്ടേൻ്റെ ആ ഒരു മണം മുന്നിട്ട് നിൽക്കും എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അടിപൊളി പുഡിങ്ങാണിത്. ആ ഒരു കോഴിമുട്ടേൻ്റെ മണം മുന്നിൽ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതിനാണ് നമ്മൾ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ. അത് നമ്മൾ വായിലിട്ട അലിഞ്ഞു പോകുന്ന ആ ഒരു പുഡിങ്ങാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ കാരമൽ ചെയ്യുമ്പം അത് കരിഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം അടുപ്പിൽ വെച്ചിട്ട് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. 15 മുതൽ 20 മിനിറ്റ് വരെ അത്രയും മതി. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡി ആവും കേട്ടോ. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഷുഗർ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു പുഡിങ് പല രീതിയിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ചേർത്തിട്ട് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പല ഇൻഗ്രീഡിയൻസും ബ്രെഡ്, പഴം അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇതുവരെ നിങ്ങളിത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏതൊരു പുഡിങ് കഴിക്കുമ്പോഴും നല്ല ആ ഒരു തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പുഡിങ് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.